നമ്മുടെ എല്ലാവരുടെയും ഒരു ആശങ്ക കൂരിയാട്ടെ ഹൈവേ നിർമ്മാണം ഇനി എന്ന് പുനരാരംഭിക്കും, അതിനി എന്ന് അവസാനിക്കും, ഗതാഗത യോഗ്യമാകും എന്നത് സംബന്ധിച്ചൊക്കെയാണ്. പുതിയ ഒരു വഴിത്തിരിവ് ആ വിഷയത്തിൽ ഉണ്ടായിരിക്കുകയാണ്. അതിൻ്റെ നിർമ്മാണ കമ്പനിക്ക് 80 കോടി രൂപയുടെ നഷ്ടപരിഹാരം നൽകുവാനുള്ള ദേശീയപാത അതോറിറ്റിയുടെ ഒരു തീരുമാനം, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തീരുമാനം ആ വിഷയത്തിൽ വന്നിരിക്കുന്നു എന്നതാണ്. ഏതായാലും ആ കമ്പനിക്ക് മുട്ടൻ പണി തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ദേശീയപാത അതോറിറ്റിയും നൽകിയിരിക്കുന്നത്. നിർമ്മാണ കരാർ ഏറ്റെടുത്ത KNR കൺസ്ട്രക്ഷൻസ് കമ്പനിക്കും പദ്ധതിയുടെ സ്വതന്ത്ര എഞ്ചിനീയറായ ഭോപ്പാൽ ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റിനും നോട്ടീസ് നൽകുകയും തകർന്ന ഭാഗങ്ങളിലെ അവശിഷ്ടങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കി സ്വന്തം ചെലവിൽ കരാർ കമ്പനി ഫ്ലൈ ഓവർ നിർമ്മിക്കണം എന്നുമുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. 80 കോടിയാണ് ഇതിനായി ചിലവ് കണക്കാക്കിയിരിക്കുന്നത്. ഇത് കമ്പനി തന്നെ നേരിട്ട് വഹിക്കണം. ഭോപ്പാൽ ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റിന്റെ ടീം ലീഡറെ ഇതോടനുബന്ധിച്ച് നേരത്തെ തന്നെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. KNR കൺസ്ട്രക്ഷൻസ് കമ്പനിയെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നതും നമുക്കറിയാം. വളരെ സ്വാഗതാർഹമായൊരു തീരുമാനമാണ് ഇതെന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് പറയാം. പക്ഷെ അപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു ആശങ്ക പ്രദേശത്തെയും ഈ പദ്ധതിയെയും കാത്തിരിക്കുകയാണ്. പുതിയ പാലം പ്രഖ്യാപിക്കുന്നതോടെ അത് സംവിധാനിക്കുവാനുള്ള കാലതാമസമാണ് ഇനി ഉണ്ടാവുക. എന്നായിരിക്കും ഇനി ഈ പാലം പൂർത്തീകരിക്കുക എന്നതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പദ്ധതി കമ്മീഷൻ ചെയ്യുന്ന സമയത്തിനകം തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമോ എന്നതും അടുത്ത ഒരു പ്രശ്നമാണ്. ദേശീയപാത അവിടെ അടച്ചിട്ടിരിക്കുന്നതിനാൽ പകരം വഴികളെല്ലാം കടുത്ത ഗതാഗത സ്തംഭനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ തകർന്ന കൂരിയാട് ദേശീയപാതയ്ക്ക് സമീപത്ത് തന്നെയുള്ള തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള സർവീസ് റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ എത്രയും പെട്ടെന്ന് തുടങ്ങുവാനുള്ള പദ്ധതികളൊക്കെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. താൽക്കാലികമായ പദ്ധതികളൊക്കെ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് കൂടുതൽ ഗതാഗത യോഗ്യമാക്കണം എന്നുള്ള നിർദ്ദേശവും വന്നിരിക്കുന്നു. കൂടുതൽ പരിക്കുകളില്ലാത്ത മറുവശത്തെ സർവീസ് റോഡ് കേടുപാടുകൾ പരിഹരിച്ച് എല്ലാവിധ സുരക്ഷയും ഉറപ്പാക്കി ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാനാണ് ഇപ്പോൾ പദ്ധതി ഇട്ടിരിക്കുന്നത്. ജൂൺ ആദ്യ വാരത്തോടെ ഇത് സാധ്യമാകും എന്നാണ് പ്രതീക്ഷ എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. പാറയും മെറ്റലും മണ്ണും നിരത്തി ഉറപ്പാക്കുന്ന ജോലികളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയപാതയിൽ നിന്ന് നീക്കം ചെയ്യുന്ന മണ്ണാണ് സർവീസ് റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി ഉപയോഗിക്കുന്നത്. സർവീസ് റോഡിൻ്റെ വശങ്ങളിലും ഇപ്പോൾ മണ്ണിട്ടുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാത ഇടിഞ്ഞ് താഴ്ന്നതിനെ തുടർന്ന് ഒരു വശത്തെ സർവീസ് റോഡ് പൂർണ്ണമായും തന്നെ തകർന്നതും നമ്മൾ കണ്ടതാണ്. 2 സർവീസ് റോഡുകളിലും സർവീസ് നിരോധിച്ചതിനാൽ ഗതാഗതം ഇപ്പോൾ വഴി തിരിച്ചു വിട്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ അത്തരത്തിലുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതേസമയം പാതയുടെ തകർച്ച പരിശോധിച്ച IIT വിദഗ്ധരടങ്ങിയ സംഘത്തിൻ്റെ റിപ്പോർട്ട് വ്യാഴാഴ്ച കേന്ദ്ര ഉപരിതല ഗതാഗത സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട്. ഇതുപ്രകാരമാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. IIT ഡൽഹിയിലെ ഡോക്ടർ അനിൽ ദീക്ഷിത്, IIT കാൺപൂരിലെ ഡോക്ടർ ജിമ്മി തോമസ്, IIT ഗാന്ധിനഗറിലെ ഡോക്ടർ K മോഹൻ കൃഷ്ണ എന്നിവരാണ് പ്രാഥമിക പരിശോധനകൾ നടത്തി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. മണ്ണിൻ്റെ സവിശേഷത കണക്കിലെടുക്കാതെ രൂപകൽപ്പനയും നിർമ്മാണവും നടത്തിയതാണ് ഗുരുതര വീഴ്ച എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കളിമണ്ണ് പോലെയുള്ള മണ്ണാണ് ഇതിൽ പൂർണ്ണമായും ഉപയോഗിച്ചിരിക്കുന്നത് എന്നതുമൊക്കെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കമ്പനി ഈ നിർമ്മാണത്തിൻ്റെ ഡിസൈൻ കൺസൾട്ടൻ്റായ മുംബൈ സ്ട്രാറ്റ ജിയോസ്റ്റംസ് HBS ഇൻഫ്രാ എഞ്ചിനീയേഴ്സ് ഹൈദരാബാദ് എന്നിവരോടും സുരക്ഷാ കൺസൾട്ടന്റ് ശ്രീ ഇൻഫോടെക്കിനോടും 20 ലക്ഷം രൂപ വീതം പിഴ ഈടാക്കാതിരിക്കാൻ, ഒരു വർഷത്തേക്ക് ഡീബാർ ചെയ്യാതിരിക്കാനും കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉടൻ ബോധിപ്പിക്കണം എന്നുമൊക്കെ ദേശീയപാത അതോറിറ്റി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഏതായിരുന്നാലും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ നടക്കുകയാണ്. യഥാർത്ഥ സ്ട്രോബെറിയുടെ ഗുണഫലങ്ങളോട് കൂടി തയ്യാറാക്കുന്ന ഹാപ്പി സ്ട്രോബെറി ജാം. കോമ്പിനേഷൻ ഏതുമാവട്ടെ, നാവിൽ രുചിയുടെ പാരമ്യം അനുഭവിച്ചറിയുന്ന അനിർവചനീയ സ്വാദ്. സ്ട്രോബെറി, മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ എന്നീ രുചികളിൽ ഹാപ്പി ജാംസ്. ഹാപ്പി keeps everybody happy.